ഹലോ ഗായ്സ് ലെറ്റ് സീരീസിന്റെ അഞ്ചാമത്തെ എപ്പിസോഡ് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മൾ ഒരു ട്രേഡിംഗ് ഹാൾ ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മുടെ 20 വില്ലേജേഴ്സാണ് ഞാൻ മാക്സിമം പ്രതീക്ഷിക്കുന്നത്. പിന്നെ അതിൻ്റെ അടിയിലോട്ട് നമ്മൾ ഒരു 40-60 അങ്ങനെയൊക്കെ പോകുന്നതായിരിക്കും വില്ലേജേഴ്സിനെ വെച്ച്. അപ്പോൾ നമുക്ക് തൽക്കാലം അത്യാവശ്യത്തിന് 20 വില്ലേജേഴ്സ് ഉണ്ട്. അപ്പം അത് വെച്ച് നമ്മൾ ഇന്ന് ട്രേഡിംഗ് ഹാൾ പണിയാൻ പോവാണ്. അപ്പോൾ അതിന് വേണ്ട റിസോഴ്സസ് ഞാൻ അവിടെ കളക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങളൊന്ന് കാണിച്ചു തരാം. ഇതാണ് ഒരു ബാരൽ നിറച്ചുണ്ട് നമ്മുടെ അതിന് വേണ്ട റിസോഴ്സസ്. പിന്നെ എൻ്റെ കയ്യിലും ഒരു 4 സ്റ്റാക്ക് സാധനം ഇരിപ്പുണ്ട്. നമ്മുടെ സ്ലാബ്, കോബിൾ സ്റ്റോണ്ട്. പിന്നെ നമ്മൾ ഇതുവഴി പാത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഓരോ ബ്രീഡറിലോട്ട് പോകാനും നമ്മുടെ ഓരോ ഫാമുകളിലൊക്കെ പോകാൻ വേണ്ടി നമ്മൾ പാത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഈ പാത്ത് തുടങ്ങുന്നത് നമ്മുടെ വീടിൻ്റെ അവിടെ നിന്നാണ്. അപ്പോൾ നമ്മുടെ ട്രീ ഫാമിലോട്ട് നമ്മൾ ഇടയ്ക്ക് അതിന് മുമ്പ് ഇവിടെ ഒരു വാൾ വെച്ചിട്ട് അവിടെ ഒരു മറ്റേ ലാൻഡ് വെക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ട്രീ ഫാമിലോട്ട് പോകാൻ നേരത്ത് നമ്മുടെ അവിടെ കുറച്ച് പണി ഞാൻ തീർത്തിട്ടുണ്ട്. ഇവിടെ നമുക്കൊരു കളക്ഷൻ സിസ്റ്റം സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് കളക്ഷൻ സിസ്റ്റം നേരത്തെ ഉള്ള ഞാൻ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുത്തേ ഉള്ളൂ. ഇതൊക്കെ എൻ്റെ സ്വയം ഇതാണ് ഗൈസ്. അപ്പം ഒരു ജസ്റ്റ് തൽക്കാലം വെച്ചിട്ടുള്ളൂ. ഇതിൻ്റെ അകത്തൊന്നും ഒന്നുമില്ല. അപ്പം നമ്മൾ ഇവിടെ ആയിട്ടായിരിക്കും നമ്മുടെ ട്രേഡിംഗ് ഹാൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം അതുണ്ടാക്കുന്നതിൻ്റെ ഒരു കുട്ടി ടൈലർസ് കണ്ടിട്ട് വന്നു. രണ്ട് മണിക്കൂറിന് ശേഷം ഞാൻ എൻ്റെ ബിൽഡ് ഞാൻ ഉണ്ടാക്കി തീർത്തു. നിങ്ങൾ കാണുന്നുണ്ട്. ഇതാണ് ഗൈസ് എൻ്റെ ട്രേഡിംഗ് ഹാള്. 2 മണിക്കൂർ എടുത്ത് ഗൈസ് ഇത് ഉണ്ടാക്കാൻ. അപ്പോൾ ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ കൂടെ നമ്മുടെ ഓഗി കൂട്ടരുണ്ടായിരുന്നു. ഇവൻ്റെ പുതിയ പേരാണ് ഓഗി. നിനക്ക് ഇഷ്ടപ്പെട്ടോടാ? ഒന്ന് കുറയ്ക്കടാ. കുറച്ചില്ല. അപ്പം നമുക്ക് ഇവനെ വിളിച്ചേക്കാം. നമുക്കപ്പം ഞാൻ ഇത് പറയുകയാണെങ്കിൽ ഇവിടെ 20 വില്ലേജിനെ കയറ്റാം. ഇവിടെ 10, ഇവിടെ 10. അതുപോലെ തന്നെ മേളിലും 20 വില്ലേജിനെ കയറ്റാം. ഇവിടെയും 10, ഇവിടെയും 10 സെയിം. അപ്പം ഇങ്ങോട്ട് കയറി വരാനാണ് നമ്മളെ ദേ കയറി പോകുന്നൊരുത്തൻ. എടാ ഇങ്ങോട്ട് ഇറങ്ങി വാടാ. അപ്പം അവൻ വന്നോളും. അപ്പം നമുക്ക് ഒരു നടുക്കൊരു ക്രാഫ്റ്റിംഗ് ടേബിൾ വെച്ചിട്ടുണ്ട്. അപ്പം നമുക്കിന്ന് കുറച്ച് വില്ലേഴ്സിനെ കയറ്റാം. അതിൻ്റെ അകത്ത് താഴത്തെ നില മാക്സിമം കയറ്റാൻ നോക്കണം. അപ്പം നമുക്ക് നേരെ അമ്മരെ കയറ്റാൻ നോക്കിയാലോ. അപ്പോൾ നമുക്കിവിടെ കുറച്ച് വില്ലേഴ്സിനെ ട്രാപ്പാക്കി വെച്ചിട്ടുണ്ട്. ഞാനിവിടെ നേരത്തെ റെയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് ഇതിനകത്തും കുറേ വില്ലേഴ്സ് ഉണ്ട്. നമ്മൾ ഈ ഒരു കുഴിക്കകത്ത് ഇവിടെ ട്രാപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിനിടയിൽ കുറച്ച് പേരുണ്ട്. ഇതിനിടയിൽ കുറച്ച് പേരുണ്ട്. അപ്പം ഇമാരെ എല്ലാം ട്രാപ്പ് ചെയ്ത് ഫസ്റ്റ് തന്നെ നമുക്ക് ഈ ഇതിനകത്തുള്ളവന്മാരെ കയറ്റി വിട്ടേക്കാം. അല്ലെങ്കിൽ ഇമാര് മറ്റേ ഡാമേജ് കിട്ടി ചത്തു പോകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് ഈ റെയിൽ കണക്ട് ചെയ്യാൻ കൊണ്ടുപോയി. അപ്പോൾ നമുക്ക് നേരെ ഞാൻ ഈ ഓളയും ഫുൾ കുറച്ചിട്ട് പോയി. ഇമാരുടെ കാര്യമുണ്ട്, ഭയങ്കര ശബ്ദമായിരിക്കും ഈ വില്ലേജേഴ്സിൻ്റെ. അതുകൊണ്ട് ഭയങ്കര ബോറായി പോകും. അപ്പം എല്ലാവരെയും കയറ്റുന്ന കാണിച്ച് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. അപ്പം ഞാൻ ഈ റെയിലൊന്ന് വെക്കട്ടെ. അപ്പം ഞാനത് ഫുൾ വെച്ച് തീർന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോരുത്തരെ കയറ്റാനുള്ള തന്നെ കളക്ട് ചെയ്ത് കൊടുത്തേക്കാം. എന്നിട്ട് നമുക്ക് ഓരോരുത്തന്മാരെ കയറ്റി വിട്ടേക്കാം. നമുക്ക് ഓരോരുത്തരെ കയറ്റി വിട്ടാൽ അതെ, എല്ലാത്തിനെയും കൂടെ കയറ്റി വിട്ടാൽ അവസാനം പണിയാവും. അപ്പം ഓഗി നമ്മുടെ പുറകെ നടപ്പുണ്ട്. അപ്പം നമ്മുടെ ബ്രീഡർ നല്ല എഫിഷ്യൻ്റ് ആണ്. അതുകൊണ്ട് നല്ല വില്ലേജസ് ഒക്കെ വരുന്നുണ്ട്. പിന്നെ നമ്മുടെ അയൽഫാം വലിയ എഫിഷ്യൻ്റ് അല്ല. അതുകൊണ്ട് ഞാൻ എന്നാ വെച്ച് ട്രേഡ് ചെയ്യുമെന്ന് ഒരു ഐഡിയ ഇല്ല. അപ്പം നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഒന്ന് പറഞ്ഞു തരേണ്ടതാണ്. വേറെ എന്തെങ്കിലും ട്രേഡിങ് വല്ലതും ഉണ്ടെങ്കിൽ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ വിട്ടിട്ടുണ്ട്. ഇവനെ നമുക്കങ്ങ് ഇട്ടിട്ട് ഈ ട്രാപ്പ് ഡോറിൻ്റെ അടിയിൽ കൊടുത്തിട്ട് ഈ ട്രാപ്പ് ഡോർ അടച്ചിട്ട് F3+D അടിച്ചുകൊണ്ട് നമുക്ക് പൊട്ടിക്കാം. ഒരു സേഫ്. മാർക്ക് അടി കൊണ്ടാലേ ഇമാര് പൈസ കൂട്ടാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ഫസ്റ്റ് തന്നെ കേട്ടിട്ടുണ്ട്. ഇനി രണ്ടാമത്തേനെയും കൂടെ കയറ്റാം. നമ്മൾ റെയിൽ കണക്ട് ചെയ്തില്ല. രണ്ടാമത്തേനെ കയറ്റാൻ വേണ്ടി നമുക്ക് താഴെ ഫുള്ള് ലൈബ്രറികളെ ആക്കാനാണ്. നമുക്ക് മേലോട്ട് മറ്റേ ടൂൾ സ്മിത്തിനെയൊക്കെ ആക്കാം. വെപ്പൺ സ്മിത്തും ഇതെല്ലാം നമുക്ക് മേളിലോട്ടാക്കാം. അപ്പോൾ നമുക്ക് താഴെ ഫുള്ള് ലൈബ്രറികളെ ആക്കാം. അതാണ് നല്ലത്. പിന്നെ നമുക്കൊരു ഹോഴ്സിനെ വേണമെന്നുണ്ട്. നമുക്ക് സാഡലില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഹോഴ്സിനെ ഒന്നും കിട്ടാത്തത്. അപ്പം നമുക്ക് ഒരു സാഡലുണ്ടായിട്ട് നമ്മൾ ഹോഴ്സിനെ ഉണ്ടാക്കുന്നതാണ്. പിന്നെ നമ്മുടെ ഓഗിക്ക് നമ്മൾ പേര് കൊടുത്തിട്ടില്ല ഇതുവരെ. നമുക്ക് നെയിം ടാഗും കിട്ടാത്തതുകൊണ്ട് നമ്മൾ പേര് കൊടുത്തിട്ടില്ല. അപ്പോൾ നമുക്ക് അടുത്തവനെ കയറ്റി വിട്ടേക്കാം. അവനും പോയി. അപ്പം അടുത്തവനെ കയറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവൻ്റെ ഇത് പൊട്ടിച്ച് കളഞ്ഞേക്കാം. ഇത് ഇവന്മാരെ തെള്ളി അകത്തോട്ട് കയറ്റിയിട്ട് ട്രാപ്പ് ഡോർ അടച്ചിട്ട് ഇത് ഞാൻ പൊട്ടിക്കുന്നുണ്ട്. അല്ലെ ഇവന്മാരെ ഇറങ്ങി ഓടും. ഇവന്മാരുടെ കാര്യമായിട്ട് പറയാൻ പറ്റത്തില്ല. ഇനി അടുത്തവന്മാരെ കണക്റ്റിയിട്ട് ഇനി നിങ്ങളെ ഫുള്ള് കാണിച്ച് ഞാൻ ബോറടിപ്പിക്കുന്നില്ല. ഈ ഒരു ഫുള്ള് ലെയർ കയറ്റിയിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുക. അപ്പം കുറച്ച് സമയത്തിന് ശേഷം ഞാൻ 9 വില്ലേഴ്സിനെ കയറ്റിയിട്ടുണ്ട്. ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഗൈസ്. ഫുള്ള് 16 വില്ലേഴ്സ് അടുത്തുണ്ടായിരുന്നു.
അപ്പോൾ 9 വില്ലേജേഴ്സ് ആയപ്പോൾ ഞാൻ നീ എന്താ ഇവിടെ ഇറങ്ങടാ. അപ്പോൾ 9 വില്ലേജേഴ്സ് ആയപ്പോൾ ഞാൻ കുറച്ച് പേരെ മാറ്റി നമ്മളൊരു കുഴിക്കകത്തോട്ട് ഇട്ടു. അപ്പോൾ ഇപ്പോൾ ഞാൻ ആ കുഴി തുറന്ന് നോക്കുമ്പോൾ അതിൻ്റെ അകത്ത് ആരുമില്ല. എൻ്റെ 7 വില്ലേഴ്സിനെ ഞാൻ ആ കുഴിക്കകത്ത് ഇട്ടുണ്ടായിരുന്നു. അപ്പം ആ 7 വില്ലേജ് കൂടെ ഉണ്ടായിരുന്നു ഇവിടെ ഫുള്ള് നിറയ്ക്കായിരുന്നു. ഇപ്പോൾ ഞാനിവിടെ 9 വില്ലേജിനായുള്ളൂ. പിന്നെ എനിക്ക് നേരത്തെ പറഞ്ഞതിൽ ഒരു തെറ്റ് പറ്റി. ഇവിടെ 40 വില്ലേഴ്സ് അല്ല, ഫുള്ള് 32 വില്ലേഴ്സിനെ കയറ്റാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ക്ഷമിക്കണം, അതൊരു തെറ്റ് പറ്റി. അപ്പം നമ്മളിപ്പോൾ 9 വരെ കയറ്റിയിട്ടുണ്ട്. ഇനി അടുത്ത വരെ കയറ്റാൻ നമുക്ക് പറ്റത്തില്ല. അപ്പോൾ അമ്മമാരെ കാണാനില്ല. ഞാൻ കുഴിക്കകത്ത് ഫുള്ള് നോക്കി, അമ്മമാരൊന്നും ആ കുഴിക്കകത്തില്ല. അപ്പം മറ്റേ ലൈറ്റിംഗ് റോഡ്, അപ്പം ഇത് നമുക്ക് 3 ഉണ്ടാക്കിയേക്കാം. അപ്പോൾ നമ്മൾ 3 ഉണ്ടാക്കിയിട്ടുണ്ട്. ബാക്കി നമുക്ക് നമ്മുടെ വീടിൻ്റെ മണ്ടയിൽ ഒരെണ്ണം വെച്ചേക്കാം. അപ്പം നമുക്ക് ഇതിൻ്റെ മണ്ടയിൽ ഒരെണ്ണം വെച്ചേക്കാം, നമ്മുടെ ബേസിൻ്റെ. പിന്നെ ഇനി നമുക്ക് നമ്മുടെ ബ്രീഡറിൻ്റെ മണ്ടയിൽ ഒരെണ്ണം വെക്കാം. കണ്ടില്ലേ ബ്രീഡിങ്? ഒരുത്തൻ നിന്നെ എനിക്ക് വേണം, പെട്ടെന്ന് കുഴിയിലോട്ട് പോയി വളർന്നു ഇല്ലെങ്കിൽ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ സെൻറ്ററിൽ ഒരെണ്ണം വെച്ചേക്കാം. ഇതല്ലേ ഇതിൻ്റെ സെൻറ്റർ. ഇതിപ്പോൾ എയറിലാണ്. കുഴപ്പമില്ല, നമുക്ക് അതോടെ നിൽക്കട്ടെ. നമുക്ക് അത് പിന്നെ ശരിയാക്കിക്കോളാം. ഇപ്പം നമുക്ക് പിന്നെ ഇനി നമ്മുടെ ട്രേഡിംഗ് ഹാളിൽ ഒരെണ്ണം വെക്കണം. നമ്മുടെ ഇവിടെ ഒരെണ്ണം വെച്ചേക്കാം ഇതിൻ്റെ സെൻറ്ററിലായിട്ട്. ഇത് കയറില്ല, ഇത് ഞാൻ ശരിയാക്കിക്കോളാം. അപ്പം നമുക്ക് ഇതും പൊട്ടിച്ചിട്ട് നമുക്ക് നേരെ പോയി കിടന്ന് ഉറങ്ങാം. അല്ല, നമ്മുടെ ബെഡ് കൂടെ ഉണ്ടല്ലോ, ഇവിടുന്ന് ഒന്ന് ക്ലച്ച് ചെയ്യാൻ പറ്റുമോട്ടെ. അയ്യോ. അപ്പോൾ നമുക്ക് താൽക്കാലികമായിട്ട് ഇത്രയും പേരെ കയറ്റാൻ പറ്റുള്ളൂ ഇന്നത്തെ വീഡിയോയിൽ. നമ്മൾ അടുത്ത വീഡിയോയിലും പിന്നെ ഞാൻ ഓഫ് ക്യാമറയിലും ബാക്കിയുള്ള വില്ലേഴ്സിനെ കയറ്റുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഫുള്ള് 32 വില്ലേജാണ്. ഇപ്പോൾ 9 വരെ നമ്മൾ കയറ്റി. അപ്പോൾ നമുക്കൊരു ട്രീ ഫാം ഉണ്ട്. ട്രീ ഫാം ഉണ്ടായിട്ട് കാര്യമില്ല. ബോൺവീൽ ഉണ്ടാക്കാൻ നമുക്ക് ബോൺവീൽ ഫാം കൂടെ വേണം. അടുത്ത വീഡിയോയിൽ ഞാൻ മിക്കവാറും ബോൺവീൽ ഫാം ആയിരിക്കും. അപ്പോൾ ഗായ്സ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്ന സമയമായി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ്. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ.